ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ഈ മാസം 23 ജൂലൈ 23 തീയതിയാണല്ലോ നമ്മുടെ യൂണിയൻ ബജറ്റ് നമ്മുടെ കേന്ദ്രമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നതല്ലേ. എല്ലാവരും തന്നെ എക്സ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റ് ഈ ബജറ്റിൽ വരാൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. കാരണം ആ ഒരു ബജറ്റിൽ വരുന്ന പ്രഖ്യാപനങ്ങളെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം ബാധിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ബജറ്റിന് മുമ്പ് നമുക്ക് നിക്ഷേപിക്കാവുന്ന 3 കിഡിലൻ സ്റ്റോക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരിക്കലും ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ അനാലിസിസിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനാലിസിസിന് വേണ്ടി ഈ ഒരു 3 സ്റ്റോക്കുകളെയും കൂടി നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, നിങ്ങൾ അനാലിസിസ് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം നിങ്ങൾ സ്വയം തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. ഇതിൽ കാണാൻ നമുക്ക് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10,955 രൂപ. ഇന്നത്തേത് -1.24% ആണ്. 5 ഡേയ്സിൽ കഴിഞ്ഞ 5 ദിവസത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.31% ഗ്രോത്ത് ആണ്. 1 മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13.62% ഗ്രോത്ത് ആണ്. 6 മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 67.37 ഗ്രോത്ത് ആണ്. 1 ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 179.70% ഗ്രോത്ത് ഉള്ള സ്റ്റോക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ചാർട്ടിലോട്ട് പോയിട്ട് ഇതിന്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റും OFSS അല്ല, ഇതിന്റെ ഡെയിലി ചാർട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ കറന്റ് പ്രൈസ് വന്നിരിക്കുന്നത് 10,941.90 ആണ് ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 10,200 രൂപയാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ വെക്കേണ്ടത്. അതേപോലെ തന്നെ ടാർഗറ്റ് 1 വന്നിരിക്കുന്നത് 11,500 രൂപയാണ്. ടാർഗറ്റ് 2 വന്നിരിക്കുന്നത് 12,055 രൂപയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. അടുത്തതാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് BHEL. അത് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 308 രൂപയാണ്. അത് ഇന്നത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ -3.75% ആണ് ഇന്നത്തെ ഗ്രോത്ത്. മൈനസിലാണ് കേട്ടോ. കഴിഞ്ഞ 5 ദിവസത്തേത് നോക്കുകയാണെങ്കിലും മൈനസിൽ തന്നെയാണ്. -7.17% ആണ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. 1 മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.79% ആണ് ഗ്രോത്ത്. 6 മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 45.15% ആണ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 224.72% ആണ് 1 ഇയർ കഴിഞ്ഞ 1 ഇയറിൽ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ പ്രൈസും അതേപോലെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും എല്ലാം നമുക്ക് ചാർട്ടിൽ പോയിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 308.60 ആണ്. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പറയുന്നത് 286 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ടാർഗറ്റ് 1 ആയിട്ടുള്ളത് 332 രൂപയാണ്. ടാർഗറ്റ് 2 ആയിട്ട് വന്നിരിക്കുന്നത് 352 രൂപയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. ഇനി അടുത്ത സ്റ്റോക്കിലോട്ട് പോകും. നമുക്ക് അടുത്തത് സെൻ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. സെൻ ടെക് എന്ന് പറയും NSE-ൽ. അതിന്റെ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് 1395.10 ആണ്. അതിന്റെ ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ 1 ഡേയിൽ തന്നെ ഇന്നത്തെ ഗ്രോത്ത് 1 ഡേ ഗ്രോത്ത് എന്ന് പറയുന്നത് 3.10% ഗ്രോത്ത് ആണ്. ലാസ്റ്റ് 5 ഡേയ്സിൽ 3.87% ഗ്രോത്ത് ആണ്. ലാസ്റ്റ് 1 മന്ത് 14.56% ഗ്രോത്ത് ആണ്. ലാസ്റ്റ് 6 മന്ത് 84.9% ഗ്രോത്ത് ആണ്. ലാസ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത് 131.40%, 40% ഗ്രോത്ത് ആണ്. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ തന്നെ സ്റ്റോപ്പ് ലോസും അതേപോലെ തന്നെ ടാർഗറ്റും നമുക്ക് നോക്കാം. സെൻ ടെക്നോളജിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിന്റെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1392.60 ഉള്ളത്. ഇതിന്റെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് 1292 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ടാർഗറ്റ് 1 ആയിട്ട് ടാർഗറ്റ് 1 1481 രൂപയാണ്. ടാർഗറ്റ് 2 1572 രൂപയാണ്. അപ്പോ ഞാൻ ഈ പറഞ്ഞ ഈ 3 സ്റ്റോക്കുകളും തന്നെ നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്വയം അനാലിസിസ് ചെയ്യുക. എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങളായിട്ട് തീരുമാനിക്കണം. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് എന്റെ അനാലിസിസ് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ
This is VM Rafiq signing off.